A channel for current affairs and general knowledge. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. A channel for current affairs and general knowledge. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഏപ്രിൽ 14 മുതൽ 17 വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. ഏപ്രിൽ 14, 15, 16, 17 ഈ 4 ദിവസത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആയിരിക്കും നമ്മൾ പഠിക്കുക. അതും MCQ രൂപത്തിലായിരിക്കും നമ്മൾ ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ചാനൽ കാണുന്നവർ, അതായത് നമ്മുടെ വീഡിയോസ് കാണുന്നവർ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതാണ് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുള്ളൂ. സോ ഇത് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കിടക്കാം. ആദ്യ ചോദ്യമാണ്, to get the grace of our recently. അടുത്തിടെ ന്യൂസ് വീക്ക് പറ്റിയിട്ടുള്ള രണ്ടാമത്തെ പ്രധാനമന്ത്രി ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ മോദി, ഓപ്ഷൻ ബി PV നരസിംഹറാവ്, ഓപ്ഷൻ സി നരേന്ദ്രമോദി, ഓപ്ഷൻ ഡി IK ഗുജറാൾ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി നരേന്ദ്രമോദിയാണ്. ആദ്യത്തെ വ്യക്തി ആരാൻ ചോദിച്ചാൽ അത് ഇന്ദിരാഗാന്ധിയാണെന്ന് നോക്കാം. ഇന്ത്യ വിച്ച് കൺട്രി? DTA എന്ന് പറഞ്ഞാൽ ഡബിൾ ടാക്സ് അവോയ്ഡൻസ് അഗ്രിമെന്റ്. വിത്ത് കൺട്രി, ഇന്ത്യ ഏത് രാജ്യമായിട്ട് ഈ ഡബിൾ ടാക്സ് അവോയ്ഡൻസ് ട്രീറ്റി ഉപയോഗിച്ചതെന്നാണ് ചോദ്യം. നേപ്പാൾ, ഓപ്ഷൻ ബി മാൽഡീവ്സ്, ഓപ്ഷൻ സി ബംഗ്ലാദേശ്, ഓപ്ഷൻ ഡി ശ്രീലങ്ക. കറക്റ്റ് ഓപ്ഷൻ ബി മാൽഡീവ്സ് ആണ് നോക്കാം. അടുത്താണ്, ഇന്ത്യ ഡൊണേറ്റ് ആംബുലൻസസ് ആൻഡ് സ്കൂൾ ബസ്സസ് ടു വിച്ച് കൺട്രി? ഇന്ത്യ അടുത്തിടെ ഏത് രാജ്യത്തിനാണ് ആംബുലൻസും സ്കൂൾ ബസ്സുകളും നൽകിയതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ നേപ്പാൾ, ഓപ്ഷൻ ബി മാൽഡീവ്സ്, ഓപ്ഷൻ സി ബംഗ്ലാദേശ്, ഓപ്ഷൻ ഡി ശ്രീലങ്ക. ആൻസർ ഓപ്ഷൻ എ നേപ്പാൾ ആണ്. ഈ നേപ്പാളിൻ്റെ, അതായത് ഇന്ത്യൻ അംബാസഡർ ടു നേപ്പാൾ, അതായത് നേപ്പാളിലുള്ള ആരാൻ ചോദിച്ചു കഴിഞ്ഞാൽ നവീൻ ശ്രീവാസ്തവ. ഇത് ഇടയ്ക്കുള്ള നമ്മുടെ അയൽ രാജ്യങ്ങളിലെ ഇന്ത്യൻ അംബാസഡറുടെ കാര്യമൊക്കെ ചോദിക്കാറുണ്ട്. സോ ഇത് ഓർത്തിരിക്കുക. ഇപ്പോഴത്തെ നേപ്പാളിൽ ആരാൻ ചോദിച്ചാൽ നവീൻ ശ്രീവാസ്തവയാണ് നോക്കുക. അടുത്താണ്, ഫസ്റ്റ് ട്രൈലാറ്ററൽ മീറ്റിംഗ് ഓഫ് US, ജപ്പാൻ ആൻഡ് ഫിലിപ്പൈൻസ് വർ ഹെൽഡ് അറ്റ്? US, ജപ്പാൻ, ഫിലിപ്പൈൻസ് എന്നിവയുടെ ആദ്യത്തെ ത്രികക്ഷി യോഗം നടന്നത് എവിടെ വെച്ചതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ടെക്സാസ്, ഓപ്ഷൻ ബി വാഷിംഗ്ടൺ, ഓപ്ഷൻ സി ടോക്കിയോ, ഓപ്ഷൻ ഡി മനീല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി വാഷിംഗ്ടൺ ആണ്. അടുത്താണ്, ഹു ഇസ് ദ കറന്റ് സിംഗപ്പൂർ പ്രൈം മിനിസ്റ്റർ? സിംഗപ്പൂർ പ്രൈം മിനിസ്റ്റർ ആരാണെന്നാണ് ചോദ്യം ഇപ്പോഴത്തെ. ഓപ്ഷൻ എ ലീ സിയൻ ലോങ്, ഓപ്ഷൻ ബി ലീ കു വോങ്, ഓപ്ഷൻ സി ലീ സി ക്യാങ്, ഓപ്ഷൻ ഡി ലീ ഹാ ജോങ്. കറക്റ്റ് ഓപ്ഷൻ എ ലീ സിയൻ ലൂങ്. ഇപ്പോൾ പേര് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആദ്യം ലീ ചേർത്തത്. സോ ലീ എന്ന് ഓർക്കുക, പിന്നെ ലോങ് ആണെന്ന് നോക്കുക. ലോങ് വാക്കാണല്ലോ. സോ ലീ കുറച്ച് ലോങ് വാക്കാണെന്ന് നോക്കുക. ഓക്കെ. അടുത്താണ്, ഹു ഇസ് ദ ന്യൂ ഐസ്ലാൻഡ് പ്രൈം മിനിസ്റ്റർ? ഐസ്ലാൻഡിൻ്റെ പുതിയ പ്രൈം മിനിസ്റ്റർ ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ലീ ലോങ്, ഓപ്ഷൻ ബി ലീ കു വോങ്, ഓപ്ഷൻ ബി ജാർനി ബെനഡിക്സൺ, ഓപ്ഷൻ ഡി ലീ ഹാ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ജാർനി ബെനഡിക്സൺ നോക്കാം. സോ ഐസ്ലാൻഡിൻ്റെ പുതിയ പ്രൈം മിനിസ്റ്റർ ജാർനി ബെനഡിക്സൺ നോക്കാം. അടുത്താണ്, ഹു ഇസ് ദ കറന്റ് IMF മാനേജിംഗ് ഡയറക്ടർ ഹു വാസ് റീഅപ്പോയിൻറ്റഡ് ഫോർ 5 years ഫ്രം October 1, 2024? അതായത് ഇപ്പോഴത്തെ IMF മാനേജിംഗ് ഡയറക്ടറെ വീണ്ടും 5 കൊല്ലത്തേക്ക് നിയമിച്ചിട്ടുണ്ട്. അത് ഒക്ടോബർ 1, 2024 മുതൽ 5 കൊല്ലത്തേക്ക് വീണ്ടും അവരെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോഴത്തെയും ഇനി അടുത്ത 5 കൊല്ലത്തേക്കും കൂടി IMFൻ്റെ മാനേജിംഗ് ഡയറക്ടർ MD ആയിട്ട് വരാൻ പോകുന്നത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ക്രിസ്റ്റീന മെഡലീവ, ഓപ്ഷൻ ബി ക്രിസ്റ്റീന ജോർജീവ, ഓപ്ഷൻ സി കാത്തലിൻ ജോർജ്, ഓപ്ഷൻ ഡി കാത്രീൻ ജിയോൾക്ക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ക്രിസ്റ്റീന ജോർജീവയാണ് നോക്കാം. ഓക്കെ.
സോ IIMന്റെ MD ആരാന്ന് ചോദിച്ചാൽ ക്രിസ്റ്റീന ജോർജീവയാണ് നോക്കുക. അടുത്താണ് ഹു ഈസ് ദ കറന്റ് ഇന്ത്യൻ അംബാസഡർ ടു നേപ്പാൾ. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞാണ്. ഓപ്ഷൻ എ നവീൻ ശ്രീരത്ന, ഓപ്ഷൻ ബി നവീൻ പുരുഷോത്തമൻ, ഓപ്ഷൻ സി നവീൻ കുമാർ, ഓപ്ഷൻ ഡി നവീൻ ശ്രീവാസ്തവ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി നവീൻ ശ്രീവാസ്തവയാണ് നോക്കുക. അടുത്താണ് ഹു ഈസ് ദ സെക്രട്ടറി ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ്. ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യുക. അതായത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ നവീൻ ശ്രീരത്ന, ഓപ്ഷൻ ബി നവീൻ പുരുഷോത്തമൻ, ഓപ്ഷൻ വന്ദിത കൗൾ, ഓപ്ഷൻ ഡി നവീൻ ശ്രീവാസ്തവ. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി വന്ദിത കൗൾ. നവീൻ ശ്രീവാസ്തവ ആരാന്ന് ചോദിച്ചാൽ ഇന്ത്യൻ അംബാസഡർ ആണെന്ന് നോക്കുക. ഓക്കെ. അടുത്താണ് ഹു ഈസ് ദ ജോയിന്റ് ഡയറക്ടർ ഓഫ് CBI. ജോയിന്റ് ഡയറക്ടർ ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ അനുരാഗ് കപൂർ, ഓപ്ഷൻ ബി പ്രവീൺ ശ്രീവാസ്തവ, ഓപ്ഷൻ സി വന്ദിത കൗൾ, ഓപ്ഷൻ ഡി നവീൻ ശ്രീവാസ്തവ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ അനുരാഗ് കുമാർ. അടുത്താണ് ഹു ഈസ് ദ CEO ഓഫ് ഭാരത് പേയുടെ CEO ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ അനുരാഗ് കുമാർ, ഓപ്ഷൻ ബി പ്രവീൺ ശ്രീവാസ്തവ, ഓപ്ഷൻ സി വന്ദിത കൗൾ, ഓപ്ഷൻ ഡി നളിൻ നേഗി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി നളിൻ നേഗിയാണെന്ന് നോക്കുക. അടുത്താണ് ഹു ഓൺ നാഷണൽ വുമൻസ് കാരം ടൈറ്റിൽ. നാഷണൽ വനിതകളുടെ കാരം ടൈറ്റിൽ നേടിയത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ അനുരാഗ് കുമാർ, ഓപ്ഷൻ ബി രശ്മി കുമാരി, ഓപ്ഷൻ സി വന്ദിത കൗൾ, ഓപ്ഷൻ ഡി നളിൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി രശ്മി കുമാരി. അടുത്തത് വിച്ച് നേപ്പാളി ക്രിക്കറ്റർ ഹാസ് ഹിറ്റ് 6 സിക്സസ് ഇൻ ആൻ ഓവർ. ഏത് നേപ്പാളി ക്രിക്കറ്ററാണ് ഒരു ഓവറിൽ 6 സിക്സ് അടിച്ച വ്യക്തി എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ അനുരാഗ് കുമാർ, ഓപ്ഷൻ ബി നരേന്ദ്ര സിംഗ്, ഓപ്ഷൻ സി വീരേന്ദ്ര സിംഗ്, ഓപ്ഷൻ ഡി ദിവ്യേന്ദ്ര സിംഗ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ദിവ്യേന്ദ്ര സിംഗ് ആണെന്ന് നോക്കുക. 6 സിക്സ് ഒരു ഓവറിൽ 6 സിക്സ് അടിച്ച നേപ്പാളിക്കാരൻ ആരാന്ന് ചോദിച്ചാൽ ദിവ്യേന്ദ്ര സിംഗ് ആണെന്ന് നോക്കുക. അടുത്താണ് വിച്ച് IPL team has scored the highest score of 287/3 against Royal Challengers Bangalore recently. RCBക്കെതിരെ 287/3 എന്ന ഉയർന്ന സ്കോർ നേടിയ IPL ടീം ഏതാണെന്നാണ് ചോദ്യം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇത്രയും ഉയർന്ന സ്കോർ നേടുന്ന ടീം വേറെ ഇല്ല. സോ 287 എന്നുള്ള സ്കോറും കൂടി ഓർത്തിരിക്കുക. സ്കോർ എന്ന തലത്തിലും ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാം. എത്രയാണ് ഏറ്റവും ഉയർന്ന സ്കോർ ഇവർ നേടിയെന്ന് ചോദിക്കാം. 277 ചോദിക്കാം, 280 ചോദിക്കാം, 287 ചോദിക്കാം, 297 ചോദിക്കാം. ഇങ്ങനെയൊക്കെ ചോദിക്കാൻ സംശയം വരും. സോ തീർച്ചയായിട്ടും ഓർത്തിരിക്കുക 287 ആണെന്ന് നോക്കാം. എത്ര വിക്കറ്റിനാണെന്ന് ചോദിച്ചാൽ 3 വിക്കറ്റ്. സോ ഏത് ടീമാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഡൽഹി ക്യാപിറ്റൽ, ഓപ്ഷൻ ബി മുംബൈ ഇന്ത്യൻസ്, ഓപ്ഷൻ സി ചെന്നൈ സൂപ്പർ കിങ്സ്, ഓപ്ഷൻ ഡി സൺറൈസേഴ്സ് ഹൈദരാബാദ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി സൺറൈസേഴ്സ് ഹൈദരാബാദാണ് നോക്കുക. ഇതുവരെ ഈ കൊല്ലത്തെ രണ്ടാമത്തെ ഹയർ സ്കോറാണ് നോക്കുക. കഴിഞ്ഞ തവണ മുമ്പ് കളിച്ചപ്പോൾ 277 നേടിയിട്ടുണ്ട്. അതിനെ വെട്ടിയിട്ട്, അതായത് അതിനെ മറികടന്ന് ഇപ്രാവശ്യം 10 റണ്ണും കൂടി അധികം 287 എന്നും കൂടി ഓർക്കുക. അടുത്താണ് ഹു ഈസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ടു ഹിറ്റ് 500 സിക്സസ് ഇൻ T20. T20യിൽ 500 സിക്സ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഇഷാൻ കിഷൻ, ഓപ്ഷൻ ബി രോഹിത് ശർമ്മ, ഓപ്ഷൻ സി ഹാർദിക് പാണ്ഡ്യ, ഓപ്ഷൻ ഡി സഞ്ജു സാംസൺ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി രോഹിത് ശർമ്മയാണ് നോക്കുക. സഞ്ജു സാംസൺ ഏത് ടീമിന് വേണ്ടിയിട്ടാണ് ചോദിച്ചാൽ രാജസ്ഥാനാണ് നോക്കുക. അടുത്താണ് ഹു വാസ് കൺഫേർഡ് വിത്ത് ദ സൗത്ത് ഏഷ്യൻ പേഴ്സൺ ഓഫ് ദ ഇയർ അവാർഡ് ബൈ ദ ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റി. ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിൻ്റെ സൗത്ത് ഏഷ്യൻ പേഴ്സൺ ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ചത് ആർക്കെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ അവന്തിത മണ്ടു, ഓപ്ഷൻ ബി അവനിക, ഓപ്ഷൻ സി നവനിക, ഓപ്ഷൻ ഡി അവന്തിക വന്ദനപ്പു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി അവന്തിക വന്ദനപ്പു ആണെന്ന് നോക്കുക. അടുത്ത ഹു വോൺ വേൾഡ് ലിറ്ററസി പ്രൈസ് ഫ്രം വേൾഡ് ഓർഗനൈസേഷൻ ഓഫ് റൈറ്റേഴ്സ്. ലോക എഴുത്തുകാരുടെ സംഘടനയുടെ ലോക സാക്ഷരതാ സമ്മാനം നേടിയത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ രാംചരൺ, ഓപ്ഷൻ ബി മമത ജി സാഗർ, ഓപ്ഷൻ ഡി സി അദ്വൈത് നായർ, ഓപ്ഷൻ ഡി അവന്തിക വന്ദനപ്പു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി മമത സാഗറാണ് നോക്കുക. ഓക്കെ, അവന്തിക വന്ദനപ്പു ആണ് എന്ത് നമ്മളിപ്പം തൊട്ട് മുമ്പിൽ പറഞ്ഞതാണ് സൗത്ത് ഏഷ്യൻ പേഴ്സൺ ഓഫ് ദ ഇയർ അവാർഡ് നേടിയത്. അടുത്താണ് ഹു വൺ 2024 യങ് ഗ്ലോബൽ ലീഡർ അവാർഡ്. യങ് ഗ്ലോബൽ ലീഡർ അവാർഡ് നേടിയ വ്യക്തി ആരും. ഓപ്ഷൻ എ രാംചരൺ, ഓപ്ഷൻ ബി മമത ജി സാഗർ, ഓപ്ഷൻ സി അദ്വൈത് നായർ, ഓപ്ഷൻ ഡി അവന്തിക വന്ദനപ്പു.
കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, അദ്വൈത നായർ ആണ് യങ് ഗ്ലോബൽ ലീഡർ അവാർഡ് നേടിയത്. അടുത്താണ് വിച്ച് ഫിലിം സ്റ്റാർ ഗോട്ട് ഹോണററി ഡോക്ടറേറ്റ് ഫ്രം വെൽസ് യൂണിവേഴ്സിറ്റി. ഏത് ഫിലിം സ്റ്റാർ അല്ലെങ്കിൽ സിനിമ നടനാണ് വെൽസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഹോണററി ഡോക്ടറേറ്റ് ലഭിച്ചത്? ഓപ്ഷൻ എ രാം ചരൺ, ഓപ്ഷൻ ബി മോഹൻലാൽ, ഓപ്ഷൻ സി അമിതാഭ് ബച്ചൻ, ഓപ്ഷൻ ഡി സൽമാൻ ഖാൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ രാം ചരൺ ആണ് നോക്കുക. അടുത്താണ് വിച്ച് ഫിലിം സ്റ്റാർ ഗോട്ട് ദീനാനാഥ് മങ്കേഷ്കർ അവാർഡ് 2024? ലതാ മങ്കേഷ്കർ അവാർഡ് 2024 നേടിയ നടൻ എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ രാം ചരൺ, ഓപ്ഷൻ ബി മോഹൻലാൽ, ഓപ്ഷൻ സി അമിതാഭ് ബച്ചൻ, ഓപ്ഷൻ ഡി സൽമാൻ ഖാൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി അമിതാഭ് ബച്ചൻ ആണ്. ഇത് 2024 അവാർഡ് മാത്രമല്ല, ഇത് ഒന്നാമത്തെ അവാർഡാണ് അമിതാഭ് ബച്ചന് കിട്ടിയത്. ഇതിനും നേടിയ ആൾക്കാരും കൂടി നമുക്ക് നോക്കാം. 2022 കൊടുത്തത് 2022 നരേന്ദ്രമോദിയാണ്. 2023 കേടിയത് ആശാ ഭോസ്ലെയാണ് കൂടി നോക്കാം. സോ കുവൈറ്റ് പ്രൈം മിനിസ്റ്റർ, കുവൈറ്റ് പ്രൈം മിനിസ്റ്റർ എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഷെയ്ഖ് അബ്ദുള്ള അൽ സമദ് അൽ സബ, ബി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ സമദ് അൽ സബ, ഓപ്ഷൻ സി ഷെയ്ഖ് മുസ്തഫ അബ്ദുള്ള അൽ ഹമദ് അൽ സബ, ഓപ്ഷൻ ഡി ഷെയ്ഖ് മുഹമ്മദ് സബ അൽ സലാം സബ. ഇങ്ങനെ പേരിട്ടാൽ തന്നെ നമ്മൾ തെറ്റും. സോ ഇത് ഓർത്തിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ തരുന്നത്. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ഷെയ്ഖ് അബ്ദുള്ള അൽ അൽ സബ, ഷെയ്ഖ് അഹമ്മദ് അൽ ഹമദ് സബ. ഓക്കെ, അത് ഓർത്തിരിക്കുക. ആദ്യം ഇവിടെ ഹമദ്, അതേപോലെ തന്നെ ഇവിടെ അങ്ങനെ ഓർത്തിരിക്കുക. അഹമ്മദ് അബ്ദുള്ള അൽ ഹമദ് അൽ സബ ആണെന്ന് ഓർത്തിരിക്കുക. അടുത്താണ് ലോങ് ടീ ഫെസ്റ്റിവൽ ഈസ് സെലിബ്രേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ലോങ് ടീ ഫെസ്റ്റിവൽ ഏത് സംസ്ഥാനത്തെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആസാം, ഓപ്ഷൻ ബി മിസോറാം, ഓപ്ഷൻ സി അരുണാചൽ പ്രദേശ്, ഓപ്ഷൻ ഡി ബീഹാർ. കറക്റ്റ് ആൻസർ അരുണാചൽ പ്രദേശിൻ്റെ ഫെസ്റ്റിവലാണ് ലോങ് ടീ ഫെസ്റ്റിവൽ. അതേപോലെ തന്നെ അരുണാചൽ പ്രദേശിൻ്റെ മറ്റ് ഫെസ്റ്റിവൽ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ലോസർ ഫെസ്റ്റിവൽ ഉണ്ട്, അതുപോലെ തന്നെ തൊറാവ ഫെസ്റ്റിവൽ ഉണ്ട്, സാക്കാദവ ഉണ്ട്, അതുപോലെ യോം യുള്ളോ എന്ന് പറഞ്ഞിട്ടുള്ള ഫെസ്റ്റിവൽ. സോ ഇത് നമ്മൾ നോക്കിയിരിക്കണം. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഇതാ ചോദിക്കാറുണ്ട്. ലോസർ ഫെസ്റ്റിവൽ, സാക്ക ദവ, അതുപോലെ തന്നെ യോക്കം യുള്ളോ ഫെസ്റ്റിവൽ ഒക്കെ ഇവിടുത്തെ ഫെസ്റ്റിവലാണെന്ന് നോക്കാം. ഓക്കെ, അതാണ് റീസെന്റ് ഡാറ്റ ഷോസ് ഹൗ മെനി ഹെക്ടേഴ്സ് ഓഫ് ട്രീ കവർ വെർ ലോസ്റ്റ് സിൻസ് 2000. ഈ 2000 മുതൽ എത്ര ഹെക്ടർ മരങ്ങളാണ് നഷ്ടപ്പെട്ടതെന്നാണ് ഈ അടുത്ത സമീപകാല ഡാറ്റ കണക്കാക്കുന്നത്. ഓപ്ഷൻ എ 2.43, ഓപ്ഷൻ ബി 2.33, ഓപ്ഷൻ സി 2.53, ഓപ്ഷൻ ഡി 2.13. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 2.33 ഹെക്ടേഴ്സ് ആണെന്ന് നോക്കാം. അടുത്താണ് വിച്ച് ഇന്ത്യൻ എയർപോർട്ട് സെക്യൂർഡ് ദ 10th പൊസിഷൻ ഇൻ വേൾഡ്സ് ബിസിയസ്റ്റ് എയർപോർട്ട് ലിസ്റ്റ്? ലോകത്തെ ഏറ്റവും തിരക്കുള്ള എയർപോർട്ടുകളിൽ 10ാം സ്ഥാനം നേടി ഇന്ത്യൻ എയർപോർട്ട് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ രാജീവ് ഗാന്ധി ഹൈദരാബാദ്, ഓപ്ഷൻ ബി കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്, ഓപ്ഷൻ സി ഇന്ദിരാഗാന്ധി ഡൽഹി എയർപോർട്ട്, ഓപ്ഷൻ ഡി മുംബൈ. കറക്റ്റ് ആൻസർ ഇന്ദിരാഗാന്ധി ഡൽഹി എയർപോർട്ട് ആണെന്ന് നോക്കാം. അടുത്താണ് വിച്ച് സയൻറ്റിസ്റ്റ് ഡെവലപ്പ് എ സസ്റ്റൈനബിൾ ഹൈഡ്രോജൽ ടു റിമൂവ് മൈക്രോ പ്ലാസ്റ്റിക് ഫ്രം വാട്ടർ? ഈ വെള്ളത്തിൽ നിന്നും മൈക്രോ പ്ലാസ്റ്റിക് നീക്കം ചെയ്യാൻ വേണ്ടി ഒരു ഹൈഡ്രോജൽ വികസിപ്പിച്ചത് ഏത് ശാസ്ത്രജ്ഞനാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ IISc, ഓപ്ഷൻ ബി IIM, ഓപ്ഷൻ സി IIT, ഓപ്ഷൻ ഡി ISFC. കറക്റ്റ് ആൻസർ ഓപ്ഷൻ IISc ആണ് നോക്കുക, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. അടുത്താണ് അറ്റ് വിച്ച് പ്ലേസ് ഡിഡ് DRDO ആൻഡ് ഇന്ത്യൻ ആർമി സക്സസ്ഫുള്ളി ടെസ്റ്റഡ് ട്രയൽ MPATGM വെപ്പൺ സിസ്റ്റം? ഈ DRDOയും ഈ സൈന്യം തമ്മിൽ ഈ ആൻറ്റി ടാങ്ക് ഗൈഡ് മിസൈൽ സിസ്റ്റം ടെസ്റ്റ് ചെയ്തത് എവിടെ വെച്ചെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഒഡീസ, ഓപ്ഷൻ ബി വെസ്റ്റ് ബംഗാൾ, ഓപ്ഷൻ സി രാജസ്ഥാൻ, ഓപ്ഷൻ ഡി ജമ്മു കാശ്മീർ. രാജസ്ഥാനിൽ വെച്ചിട്ടാണ് ഈ ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ സിസ്റ്റം ടെസ്റ്റ് ചെയ്തതെന്ന് നോക്കാം. അടുത്ത വിച്ച് സ്റ്റേറ്റ് ഹാസ് വിറ്റ്നസ് എ 60% ഡിക്ലൈൻ ഇൻ പോപ്പി കൾട്ടിവേഷൻ? ഈ കഞ്ചാവ് കൃഷി അല്ലെങ്കിൽ ഈ പോപ്പി കൾട്ടിവേഷനിൽ 60% കുറവ് വന്നതായിട്ട് പറയുന്നത് ഏത് സംസ്ഥാനമാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഒറീസ, ഓപ്ഷൻ ബി വെസ്റ്റ് ബംഗാൾ, ഓപ്ഷൻ സി രാജസ്ഥാൻ, ഓപ്ഷൻ ഡി മണിപ്പൂർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി മണിപ്പൂരിലാണ് ഒരു 60% അവരുടെ കൾട്ടിവേഷനിൽ കുറവ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത്.
ആരോ ഏരിയൽ ഡിഫൻസ് സിസ്റ്റം വാസ് ഡെവലപ്പ് ബൈ ഇസ്രായേൽ ആൻഡ് വിച്ച് കൺട്രി? ഈ ആരോ ഏരിയൽ ഡിഫൻസ് സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് ഇസ്രായേലും ഏത് രാജ്യവും തമ്മിലാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ US, ഓപ്ഷൻ ബി UK, ഓപ്ഷൻ സി റഷ്യ, ഓപ്ഷൻ ഡി ഇന്ത്യ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ US. ഇതിലും യുഎസും ചേർന്നിട്ടാണ് ആരോ ഡിഫൻസ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തതെന്ന് നോക്കാം. അടുത്താണ് വിച്ച് സ്റ്റേറ്റ് ലീഡ്സ് ഇൻ സെൻറ്റേഴ്സ് ഗ്രീൻ ക്രെഡിറ്റ് പ്രോഗ്രാം എഫേർട്ട്? ഗ്രീൻ ക്രെഡിറ്റ് പ്രോഗ്രാം എഫേർട്ടിൽ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ മധ്യപ്രദേശ്, ഓപ്ഷൻ ബി UP അതായത് ഉത്തർപ്രദേശ്, ഓപ്ഷൻ സി കേരള, ഓപ്ഷൻ ഡി ഹരിയാന. കറക്റ്റ് ആൻസർ മധ്യപ്രദേശ് ആണെന്ന് നോക്കാം. അടുത്താണ് വേൾഡ് ചാഗസ് ഡിസീസ് ഡേ ഈസ് WHO ഓൺ ഏപ്രിൽ ഡാഷ്. വേൾഡ് ചാഗസ് ഈ വണ്ട് അല്ലെങ്കിൽ അതുപോലുള്ള പ്രാണികൾ കുത്തിയിട്ട് വരുന്ന അസുഖം അത് എന്നാണ് ആചരിക്കുന്നതെന്നാണ് ചോദ്യം. വേൾഡ് ചാഗ് ഡിസീസ് ഡേ എന്നാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 13, ഓപ്ഷൻ ബി 14, ഓപ്ഷൻ സി 15, ഓപ്ഷൻ ഡി 16. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 14, അതായത് ഏപ്രിൽ 14 ഏത് ഈ ചാഗസ് ഡിസീസ് ഡേ ആചരിക്കുന്നത്. ഓക്കെ, അടുത്താണ് ഹു റോട്ട് ദ ബുക്ക് ടൈറ്റിൽ നൈഫ് എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയ ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സൽമാൻ ഖുർഷി, ഓപ്ഷൻ ബി സൽമാൻ ഖാൻ, ഓപ്ഷൻ സി സൽമാൻ റഷ്ദി, ഓപ്ഷൻ ഡി സൽമാൻ ഖുർഷിദ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സൽമാൻ റഷ്ദി ആണ് നോക്കാം. അടുത്താണ് ഹു ഹസ് ബിക്കം ദ ഫസ്റ്റ് ഇംഗ്ലീഷ് വുമൺ ടു ബി ഹോണേഡ് വിത്ത് ദ വിസ്റ്റൺ ലീഡിംഗ് ക്രിക്കറ്റർ ഇൻ ദ വേൾഡ് 2024? വേൾഡ് അതായത് വിസ്റ്റന്റെ ലീഡിംഗ് ക്രിക്കറ്റർ ആയിട്ട് തെരഞ്ഞെടുത്ത ആദ്യത്തെ ഇംഗ്ലീഷ് വനിത ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ നാറ്റ് ബ്രണ്ട്, ഓപ്ഷൻ ബി പാറ്റ് ക്രുണ്ട്, ഓപ്ഷൻ സി നാറ്റ് ക്രുണ്ട്, ഓപ്ഷൻ ഡി പാറ്റ് ഹണ്ട്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ നാറ്റ് ബ്രുണ്ട് ആണെന്ന് നോക്കാം. Which is the first country in the world to roll out a new vaccine, Men5CV, recommended by the WHO to protect against a meningococcus bacteria? ഈ മെനിഞ്ചോകോക്കസ് ബാക്ടീരിയയിൽ നിന്നും സംരക്ഷിക്കുന്നതിനായിട്ട് WHO ശുപാർശ ചെയ്ത പുതിയ വാക്സിൻ ആയിട്ടുള്ള Men5CV പുറത്തിറക്കിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കാമറൂൺ, ഓപ്ഷൻ സി അൾജീരിയ, ഓപ്ഷൻ സി നൈജീരിയ, ഓപ്ഷൻ ഡി മലേഷ്യ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി നൈജീരിയ നോക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ലോകത്തിലെ ആദ്യത്തെ ആയതുകൊണ്ട് തന്നെ ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. നൈജീരിയ നോക്കുക. ഈ വാക്സിൻ്റെ പേരാണ് Men5CV. ഇത് ഓർത്തിരിക്കാൻ ആണുങ്ങൾ 5 CV കൊടുക്കും അല്ലേ, അത് ഓർക്കുക. CV എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ബയോഡാറ്റ അല്ലെങ്കിൽ റെസ്യൂം. സോ ആണുങ്ങൾ 5 CV കൊടുക്കും, Men5CV ഓർത്തിരിക്കും. Then what is the name of the most massive stellar black hole in the Milky Way discovered? കണ്ടെത്തിയ ക്ഷീരപഥത്തിലെ ഏറ്റവും വലിയ നക്ഷത്ര ബ്ലാക്ക് ഹോളിന്റെ പേരെന്തെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ GAIA BH3, ഓപ്ഷൻ ബി ഗേറ്റ് BH3, ഓപ്ഷൻ BH3, ഓപ്ഷൻ ഡി GAAI BH3. ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് തെറ്റും. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ GAIA BH3 ആണെന്ന് നോക്കുക. GAIA ടാറ്റ AIA എന്നൊക്കെ കേട്ട് കാണും, അതുപോലെ തന്നെ GAIA. ഓക്കെ, BH3 ആണെന്ന് നോക്കുക. അടുത്താണ് ഡസ്ലിംഗ് ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ഈസ് കണ്ടക്റ്റഡ് ബിറ്റ്വീൻ വിച്ച് ടു കൺട്രി? ഡസ്ലിംഗ് ജോയിന്റ് എക്സസൈസ് ഏത് രാജ്യങ്ങൾ തമ്മിലാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഇന്ത്യ ആൻഡ് ഉസ്ബെക്കിസ്ഥാൻ, ഓപ്ഷൻ ബി ഇന്ത്യ ആൻഡ് റഷ്യ, ഓപ്ഷൻ സി ഇന്ത്യ ആൻഡ് തജിക്കിസ്ഥാൻ, ഓപ്ഷൻ ഡി ഉസ്ബെക്കിസ്ഥാൻ ആൻഡ് കസാഖിസ്ഥാൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഇന്ത്യ ആൻഡ് ഉസ്ബെക്കിസ്ഥാൻ ആണ്. ഇത് നമ്മൾ പറഞ്ഞതാണ്. According to the plastic overshoot day report, which country has one of the lowest per capita plastic waste production globally? ഏറ്റവും കുറവ് പെർ ക്യാപിറ്റൽ പ്ലാസ്റ്റിക് വേസ്റ്റ് പ്രൊഡക്ഷൻ കുറവുള്ള രാജ്യം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ മ്യാൻമാർ, ഓപ്ഷൻ ബി ഇന്ത്യ, ഓപ്ഷൻ സി ചൈന, ഓപ്ഷൻ ഡി റഷ്യ. കറക്റ്റ് ആൻസർ ഇന്ത്യ ആണ്. അടുത്താണ് വാട്ട് ഈസ് ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഇന്ത്യ ആണ്. അടുത്താണ് വാട്ട് ഈസ് പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ബേബി കൊളംബോ മിഷൻ? ബേബി കൊളംബോ മിഷന്റെ ലക്ഷ്യം എന്തെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ടു ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ദ എർത്ത് അറ്റ്മോസ്ഫിയർ ആൻഡ് ഓഷ്യൻ, ഓപ്ഷൻ ബി ടു സ്റ്റഡി ദ ഡൈനാമിക്സ് ഓഫ് സൺസ് ക്രോമോസ്ഫിയർ, ഓപ്ഷൻ സി ടു സ്റ്റഡി ദ മെർക്കുറീസ് മാഗ്നറ്റിക് ഫീൽഡ് കമ്പോസിഷൻ ആൻഡ് ജിയോളജി, ഓപ്ഷൻ ഡി എക്സ്പ്ലോർ ദ മിനറൽസ് ഓൺ മൂൺ. ആൻസർ എന്ന് പറയുന്നത് ടു സ്റ്റഡി മെർക്കുറീസ് മാഗ്നറ്റിക് ഫീൽഡ് കമ്പോസിഷൻ. മെർക്കുറിൻ്റെ ആണ് നോക്കുക. ഓക്കെ, മെർക്കുറി, വീനസ്, എർത്ത്, മാസ്, നമ്മളിതൊക്കെ അറിയാലോ. അങ്ങനെ പ്ലാനറ്റ് അതിൽ ആദ്യത്തെ മെർക്കുറി, ബുധൻ്റെ ഇതിനെ പറ്റിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ബേബി കൊളംബോ മിഷൻ വിക്ഷേപിച്ചത് നോക്കാം.
അടുത്താണ് QQR2 സാറ്റ് വാസ് ലോഞ്ച് ബൈ വിച്ച് കൺട്രി. QQR2 എന്ന് പറഞ്ഞുള്ള ഈ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്ത രാജ്യം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ റഷ്യ, ഓപ്ഷൻ ബി ജപ്പാൻ, ഓപ്ഷൻ സി ഇന്ത്യ, ഓപ്ഷൻ ഡി ചൈന. കറക്റ്റ് ആൻസർ ചൈനയാണ് നോക്കുക. അടുത്താണ് വാട്ട് ഈസ് VA ResNet 50. VSNet 50 ആണെന്ന് ചോദ്യം. ഓക്കെ, ResNet 50. ഓപ്ഷൻ എ that can predict the Fed are. Option B, newly discovered species of planet. Option C, vaccine of tuberculosis. Option D, black hole. VA ResNet 50 എന്താണെന്നാണ് ചോദ്യം. അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. ഓക്കെ, കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, AI tool which can predict fatal ഏറ്റക്കുറച്ചിൽ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് VA ResNet 50 ഡെവലപ്പ് ചെയ്തു. അടുത്താണ് MSC Ares ship, ARIES ship captured by Iran Navy belongs to which. പറയാം, ഈ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള അതിൻ്റെ ഭാഗം നേവി പിടിച്ചെടുത്ത ഒരു കപ്പലാണ് MSC അറീസ് ഷിപ്പ്. ഓക്കെ, അറീസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ നക്ഷത്രങ്ങളിലൊക്കെ നമ്മൾ അറീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ജെമിനി അറീസ്. സോ അതാണ് നോക്കുക. MSC അതല്ല, ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. സോ ആ കപ്പലിൻ്റെ പേര് ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ MSC അറീസ് ആണ് നോക്കുക. അത് രാജ്യത്തിൻ്റെ ചോദിച്ചാൽ ഓപ്ഷൻ എ മാൽദീവ്സ്, ഓപ്ഷൻ ബി ഇന്ത്യ, ഓപ്ഷൻ സി ഇസ്രായേൽ, ഓപ്ഷൻ ഡി ഇറാഖ്. കറക്റ്റ് ആൻസർ ഇസ്രായേലിൻ്റെ ആണ് നോക്കുക, MSC അറീസ്. അടുത്താണ് പോംബി റീസെൻ്റ്ലി സീൻ ദ ന്യൂസ് ഈസ് ഇൻ വിച്ച് കൺട്രി. ഓപ്ഷൻ എ ചൈന, ഓപ്ഷൻ ബി ഇറാഖ്, ഓപ്ഷൻ സി ഇറാൻ, ഓപ്ഷൻ ഡി ഇറ്റലി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഇറ്റലി ആണ് നോക്കുക. അടുത്താണ് വിച്ച് ഇന്ത്യൻ സ്റ്റേഡിയം ബിക്കം ദ ഫസ്റ്റ് BCCI അക്രഡിറ്റഡ് വെന്യൂ വിത്ത് എ ന്യൂ ഹൈബ്രിഡ് പിച്ച്. പുതിയ ഹൈബ്രിഡ് പിച്ച് വെച്ചിട്ടുള്ള BCCIൻ്റെ അക്രഡിറ്റേഷൻ നേടിയിട്ടുള്ള ആദ്യത്തെ സ്റ്റേഡിയം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ വാങ്കഡെ സ്റ്റേഡിയം, ഓപ്ഷൻ ബി ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് സ്റ്റേഡിയം, ഓപ്ഷൻ സി ഏകന ക്രിക്കറ്റ് സ്റ്റേഡിയം ലക്നൗ, ഓപ്ഷൻ ഡി ബരാബതി സ്റ്റേഡിയം കട്ടക്ക്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഹിമാചൽ പ്രദേശ് സ്റ്റേഡിയം ആണ് നോക്കുക. ഈ വാങ്കഡെ സ്റ്റേഡിയം എവിടെയാണെന്ന് ചോദിച്ചാൽ പറയണം, അത് ട്രെയിലാണ്. അതുപോലെ തന്നെ ബരാമതി സ്റ്റേഡിയം എവിടെയാണെന്ന് ചോദിച്ചാൽ കട്ടക്കാണ്. ഏകന സ്റ്റേഡിയം ലക്നൌവിലാണെന്നും കൂടി നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, നമ്മുടെ ഈ 14 മുതൽ 17 വരെയുള്ള കറണ്ട് അഫയേഴ്സാണ് നമ്മൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും. അതുവരെ എല്ലാവർക്കും നന്ദി.